സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം നൽകുന്ന സിലിണ്ടറുകളുടെ എണ്ണമാണ് വെട്ടിക്കുറച്ചത്. ഒരു വർഷം 9 സിലിണ്ടറുകൾ നൽകിയിരുന്നത് 4 കുറച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് 14.2 കിലോയുടെ സിലിണ്ടറിന് 300 രൂപയുടെ സബ്സിഡിയാണ് നൽകുന്നത്. പശ്ചിമേഷ്യയിലെ നിലവിലെ പ്രശ്നങ്ങളും ആഗോള വിപണിയിലെ ദ്രവീകൃത പെട്രോളിയം ഗ്യാസ് രംഗത്തെ കുത്തനെയുള്ള വിലവർധനവുമാണ് സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം കുറച്ച നടപടിക്ക് കാരണമെന്നാണ് കേന്ദ്ര സർക്കാർ സൂചിപ്പിക്കുന്നത്. ബി അശോകന്റെ നിയമനത്തിൽ എം ശിവപ്രസാദ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ബി അശോകനെ നിയമിച്ചതിൽ വിമർശനവുമായി SFI സംസ്ഥാന അധ്യക്ഷൻ എം ശിവപ്രസാദ്. MG സർവകലാശാലയിലേക്ക് 19 സംഘപരിവാർ വർഗീയ വിഷയങ്ങളെ ഗവർണർ നോമിനേറ്റ് ചെയ്യുമ്പോൾ നിശബ്ദമായിരുന്ന UDFന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഇനി നേരിട്ട് ബി അശോകനിലൂടെ സംഘപരിവാരം ഭരിക്കുമെന്നാണ് വിമർശനം. ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു ശിവപ്രസാദിന്റെ വിമർശനം. ബിയറിന് RMBയേക്കാൾ 10 രൂപ അധികം ഈടാക്കി. ബെപ്കോ ഡിപ്പോ മാനേജർക്ക് 25,010 രൂപ പിഴ. പരമാവധി വിൽപ്പന വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കിയതിന് ബെപ്കോ ഡിപ്പോ മാനേജർക്ക് പിഴ ശിക്ഷ. പരാതിക്കാരന് നഷ്ടപരിഹാര ചെലവും കോടതി ചെലവും ഉൾപ്പെടെ ആകെ 25,010 രൂപ നൽകാൻ പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടു. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ പെരിനാട് ഡിപ്പോ മാനേജർക്കെതിരെയാണ് നടപടി. റാന്നി പെരിനാട് മാമ്പറ സ്വദേശി ബാലുപുരയിടത്തിൽ AT ആകാശാണ് പരാതിയുമായി കമ്മീഷനെ സമീപിച്ചത്. പെരിനാട് സ്ഥിതി ചെയ്യുന്ന ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും പരാതിക്കാരൻ 650 മില്ലി ബിയറാണ് വാങ്ങിയത്. ബിയർ കുപ്പിയിൽ രേഖപ്പെടുത്തിയിരുന്ന MRP 170 രൂപയായിരുന്നു. എന്നാൽ കൗണ്ടറിലെ ജീവനക്കാർ 180 രൂപയുടെ ബില്ലാണ് നൽകിയത്. MRPയേക്കാൾ 10 രൂപ കൂടുതൽ ഈടാക്കിയത് പരാതിക്കാരൻ ചോദ്യം ചെയ്തു. എന്നാൽ കമ്പ്യൂട്ടറിലെ MRP പ്രകാരമുള്ള തുകയാണ് വാങ്ങിയതെന്നും പരാതി ഉണ്ടെങ്കിൽ നൽകിക്കൊള്ളാനും ജീവനക്കാർ മറുപടി നൽകുകയായിരുന്നു. ഒമാൻ തീരത്ത് ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണം. ഇന്ധന ടാങ്കറിന് തീപിടിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ ഒമാൻ തീരത്ത് ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണം. തീപിടിച്ച ഇന്ധന ടാങ്കറിലെ 24 ജീവനക്കാരും ഇന്ത്യക്കാരാണ്. ആക്രമണം നടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയം സ്ഥിരീകരിച്ചു. കപ്പലിലുള്ളവർ സുരക്ഷിതരാണെന്നും ജീവനക്കാരെ മുഴുവൻ രക്ഷിച്ചതായും ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ പറഞ്ഞു. 2 മാസത്തിനു ശേഷം പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായതിനു പിന്നാലെയായിരുന്നു ആക്രമണം. പശ്ചിമേഷ്യയിൽ വീണ്ടും ആക്രമണം നടക്കുന്നതിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. 100 ദിവസമായി തുടരുന്ന സംഘർഷം മനുഷ്യദുരിതം കൂട്ടുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആഗോളതലത്തിൽ ഊർജ്ജ സുരക്ഷയെയും സാമ്പത്തിക ഭദ്രതയെയും ഇത് ബാധിക്കുകയാണ്. വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്ത മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്.